ഹലോ എവ്രി വൺ, വെൽക്കം ടു റെയിൻബോസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 6 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാതൃഭൂമിയാണ്. ഈ ചാപ്റ്റർ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ഊഞ്ചാ ഖടാ ഹിമാലയ്, ആകാശ് ചൂംതാ ഹൈ, നീച്ചെ ചരൺ തലേ ചുക്, നീത് സിന്ധു ചൂംതാ ഹൈ. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഊഞ്ചാ ഖടാ ഹിമാലയ്. ഹിമാലയം ഒരു പർവ്വതമാണ്. ഇന്ത്യയുടെ നോർത്തിൽ കാണുന്ന ഒരു പർവ്വതമാണ് ഹിമാലയ്. ഇവിടെ ഒരു വരച്ചിട്ടുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട്. ഊഞ്ചാ ഖടാ ഹിമാലയ്. അപ്പോൾ ഹിമാലയ് നല്ല ഊഞ്ച, നല്ല ലോങ് ആയി, നല്ല ടോൾ ആയി നിൽക്കുന്നു. ആകാശ് ചൂംതാ ഹൈ, ആകാശത്തെ ചുംബിക്കുന്നു. നീച്ചെ ചരൺ തലേ ചുക്, നീച്ചെ ചരൺ തലേ ചുക്. നീച്ചെ എന്ന് വെച്ചാൽ താഴെ, ചരൺ, ചരൺ എന്ന് വെച്ചാൽ എന്താണ്? ഫീറ്റ്. നീച്ചെ ചരൺ തലേ ചുക്, ചരണിൻ്റെ അടിഭാഗത്ത്, ഫീറ്റിൻ്റെ അടിഭാഗത്ത്. നീത് സിന്ധു ചൂംതാ ഹൈ. അപ്പോൾ നിത്ത് എന്ന് വെച്ചാൽ എന്താണ്? നിത്ത് എന്ന് വെച്ചാൽ എപ്പോഴും, നിത്യവും. സിന്ധു ചൂംതാ ഹൈ, സിന്ധു ഒരു സമുദ്രമാണ്, അത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പാരഗ്രാഫ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. ഊഞ്ചാ ഖടാ ഹിമാലയ്, ഹിമാലയം ടോളായി നിൽക്കുകയാണ്. ആകാശ് ചൂംതാ ഹൈ, ആകാശത്തെ ചുംബിക്കുന്നു. നീച്ചെ ചരൺ തലേ ചുക്, താഴെ കാലിൻ്റെ അടിയിൽ. നീത് സിന്ധു ചൂംതാ ഹൈ, നിത്യവും സിന്ധു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഇത് നെക്സ്റ്റ് പാരഗ്രാഫാണ്. ഗംഗാ യമുൻ ത്രിവേണി, നദിയാ ലഹർ രഹി ഹൈ, ജഗ്മഗ് ചട്ടാ നിരാലി, പക് പക് ചഹർ രഹി ഹൈ. ഗംഗാ യമുൻ ത്രിവേണി, ഈ ഇത് മൂന്നും നദികളുടെ പേരാണ്. ഗംഗ, യമുന, ത്രിവേണി. നദിയാ ലഹർ രഹി ഹൈ, ലഹർ എന്ന് വെച്ചാൽ തിര. ജഗ്മഗ് ചട്ടാ നിരാലി, അപ്പോൾ ഇതിൽ ജഗ്മഗ് എന്ന് വെച്ചാൽ എന്താണ്? തിളങ്ങുന്ന, സ്പാർക്ലിംഗ്. അപ്പോൾ ജഗ്മഗ് ചട്ടാ നിരാലി, ജഗ്മഗ് നല്ല തിളങ്ങുന്ന, ശോഭയുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പക് പക് ചഹർ രഹി ഹൈ, പക് പക് എന്ന് വെച്ചാൽ ഓരോ ചുവടും എന്നാണ് അർത്ഥം. ഓരോ ചുവടിലും ചഹർ രഹി ഹൈ, പരന്ന് കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ്. ഗംഗാ യമുൻ ത്രിവേണി, ഗംഗാ യമുൻ ത്രിവേണി, ഗംഗയും യമുനയും ത്രിവേണിയും. നദിയാ ലഹർ രഹി ഹൈ, നദി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ജഗ്മഗ് ചട്ടാ നിരാലി, നല്ല സ്പാർക്കിൾ ചെയ്യുന്ന പ്രകൃതി ഭംഗി. പക് പക് ചഹർ രഹി ഹൈ, ഓരോ ചുവടുകളിലും ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വഹ് പുണ്യ ഭൂമി മേരി, വഹ് സ്വർണ ഭൂമി മേരി, വഹ് ജന്മഭൂമി മേരി, വഹ് മാതൃഭൂമി മേരി. ഇതിൽ മാതൃഭൂമിയെക്കുറിച്ചും ജന്മഭൂമിയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വഹ് പുണ്യഭൂമി മേരി, ഇതിന്റെ പുണ്യമായ ഭൂമിയാണ്. വഹ് സ്വർണ ഭൂമി മേരി, ഇതിന്റെ സ്വർണഭൂമിയാണ്. വഹ് ജന്മഭൂമി മേരി, ഇത് ഞാൻ ജനിച്ച ഭൂമിയാണ്. വഹ് മാതൃഭൂമി മേരി, ഇതെന്റെ മദർലാൻഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ചർനെ അനേക് ചർത്തെ, ജിസ്കി പഹാഡിയോ മേ ചിടിയാ ചഹക് രഹി ഹൈ, ഹോ മസ്തി ഛാഡിയോ മേ.
ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചർനെ അനേക് ചർത്തെ. ചർന എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർഫോൾ. വാട്ടർഫോൾ കുറെ ഉണ്ട്. ചർത്തെ എന്ന് വെച്ചാൽ വാട്ടർഫോൾ കുറെ വീഴും. ജിസ്കെ പഹാഡിയോമേ, അതിന്റെ പഹാഡി, ആ വാട്ടർഫോൾ ഒഴുകുന്ന പഹാഡി, ആ വാട്ടർഫോളിന്റെ നദി ഒഴുകുന്ന പഹാഡി, മൗണ്ടനിൽ നിന്നും ചിടിയ ചഹക് രഹി ഹൈ. ചഹക്ക് എന്ന് വെച്ചാൽ ചിടിയ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അപ്പോൾ ചിടിയ പക്ഷികൾ ചിലയ്ക്കുന്നു. ഹോ മസ്ത് ചാടിയോമേ. ചാടി എന്ന് വെച്ചാൽ എന്താണ്? കുറെ ഷ്രബ്സും ഹെർബ്സും കൂടെ ചേർന്ന് കുറെ മരങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ചാടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അമ്രായ ഘനി ഹെ, കോയൽ പുകാർത്തി ഹെ, ബഹതി മലൈ പവൻ ഹെ, തന്മൻ സവാർത്തി ഹെ. അമ്രായ ധനി ഹെ. അമ്രായ എന്ന് വെച്ചാൽ മാംഗോ ട്രീകൾ കുറെയുള്ള ഒരു തോട്ടത്തിനെയാണ് അമ്രായി എന്ന് പറയുന്നത്. അമ്രായ ഘനി ഹെ, അമ്രായി കുറെ ഉണ്ട്. കോയൽ പുകാർത്തി ഹെ. കോയൽ എന്ന് വെച്ചാൽ ഒരു കുരുവിയാണ്. കുയിൽ വിളിക്കുന്നുണ്ട്. പുകാർത്തി ഹെ, കുയിൽ സ്വന്തം മധുരമായ ശബ്ദം കൊണ്ട് വിളിക്കുന്നുണ്ട്. ബഹതി മലൈ പവൻ ഹെ. മലൈ പവൻ എന്ന് വെച്ചാൽ മലൈ സെ ആനെ വാലെ പവൻ. പവൻ എന്ന് വെച്ചാൽ ഹവ. അപ്പോൾ ഈ മല എന്ന് വെച്ചാൽ പഹാഡി, ഈ പർവ്വതത്തിൽ നിന്ന് വരുന്ന നല്ല സുഗന്ധമായ ഒരു കാറ്റ്, അതിനെയാണ് മലൈ പവൻ എന്ന് പറയുന്നത്. അപ്പോൾ മലൈ പവൻ ബഹ് രഹി ഹെ. തന്മൻ സവാർത്തി ഹെ. തന്മൻ എന്ന് വെച്ചാൽ എന്താണ്? തന്മൻ എന്ന് വെച്ചാൽ മനസ്സ്. സവാർത്തി ഹെ, മനസ്സിനെ സന്തുഷ്ടമാക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വഹ് ധർമ്മഭൂമി മേരി, വഹ് കർമ്മഭൂമി മേരി, വഹ് ജന്മഭൂമി മേരി, വഹ് മാതൃഭൂമി മേരി. വഹ് ധർമ്മഭൂമി മേരി, ഇതെന്റെ ധർമ്മത്തിന്റെ ഭൂമിയാണ്. വഹ് കർമ്മഭൂമി മേരി, ഇത് കർമ്മത്തിന്റെ ഭൂമിയാണ്. വഹ് ജന്മഭൂമി മേരി, ഇത് ഞാൻ ജനിച്ച ഭൂമിയാണ്. വഹ് മാതൃഭൂമി മേരി, ഇതെന്റെ മാതൃഭൂമിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് जन्मे वह जहाते रघुपति, जन्मी जहाती सीता, श्री कृष्ण ने सुनाई वंशी पुनीत गीता. ജന്മേ ജഹാത്തെ രഘുപതി ആണ് രഘുപതി ജനിച്ചത്. രഘുപതി എന്ന് വെച്ചാൽ രാം. ജന്മി ജഹാത്തി സീത, ഇവിടെയാണ് സീത ജനിച്ചത്. ശ്രീകൃഷ്ണനെ സുനായെ, ശ്രീകൃഷ്ണൻ കേൾപ്പിച്ചു. വൻഷി പുനീത് ഗീത, ഗീത എന്ന് വെച്ചാൽ ഗീത കാ ഉപദേശ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. गौतम ने जन्म लेकर जिसका सुयश बढ़ाया, जग को दया सिखाया, जग को दिया दिखाया. गौतम ने जन्म लेकर, ഗൗതം ആരാണ്? ബുദ്ധ. ജന്മ ലേക്കർ, ഇവിടെയാണ് ബുദ്ധ ജനിച്ചത്. ജിസ്കാ സുയശ് ബഡായ, സുയശ് എന്ന് വെച്ചാൽ പ്രസിദ്ധി. നമ്മുടെ ജിസ്കാ സുയശ് ബഡായ, ഇതിന്റെ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിദ്ധി കൂട്ടി. ജഗ്ഗോ ദയാ സിക്കായ, ജഗ് എന്ന് വെച്ചാൽ ദുനിയ, ലോകത്തിന് ദയാ സിക്കായ, കൈൻഡ്നെസ് പഠിപ്പിച്ചു കൊടുത്തു. ജഗ്ഗോ ദിയാ ദിക്കായ, ലോകത്തിന് ദിയ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ലാസ്റ്റ് പാരഗ്രാഫാണ്. വ യുദ്ധഭൂമി മേരി, വ ബുദ്ധഭൂമി മേരി, വ മാതൃഭൂമി മേരി, വ ജന്മഭൂമി മേരി. വ യുദ്ധഭൂമി മേരി,
ഇതെൻ്റെ യുദ്ധത്തിൻ്റെ ഭൂമിയാണ്. ഇത് ദുഷ്മനോ സെ ലഡ്നെ വാലെ. എൻ്റെ യുദ്ധത്തിൻ്റെ ഭൂമിയാണ്. വ ബുദ്ധ ഭൂമി മേരി. ഇത് ബുദ്ധയുടെ ഭൂമിയാണ്. വ മാതൃഭൂമി മേരി. ഇതെൻ്റെ മാതൃഭൂമിയാണ്. വ ജന്മഭൂമി മേരി. ഇത് ഞാൻ ജനിച്ച ഭൂമിയാണ്. ഇതാരാണ് എഴുതിയത്? സോഹൻലാൽ ദ്വിവേദി. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണണമെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. താങ്ക് യു.